നമ്മോടൊപ്പമുള്ള കുടുംബം വളരെ വിശേഷപ്പെട്ട ഒരു കുടുംബമാണ്. ഈ കുടുംബത്തെ സ്വപ്ന ചേച്ചിയുടെ കുടുംബം എന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് എളുപ്പം. നമ്മുടെ ഇടയിൽ നിന്ന് വളരെ കുറച്ച് നാൾക്ക് മുമ്പ് മാത്രം കടന്നുപോയ പ്രിയപ്പെട്ട സ്വപ്ന ചേച്ചിയുടെ കുടുംബമാണിത്. ഒരാൾ മിസ്സിംഗ് ഉണ്ട്. അത് നമ്മുടെ ഏറ്റവും ഇളയ കുഞ്ഞായ ഫിലോയാണ്. ഫിലോയ്ക്ക് 2 വയസ്സായല്ലേ? 2 വയസ്സ്. ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് പോയാണ്. കുറച്ച് കഴിയുമ്പോൾ ആളിപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഈ കുടുംബത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു വിശുദ്ധയായിട്ടില്ല, അടുത്തിടെ ദൈവദാസി എന്ന് തിരുസഭ വിളിച്ച റോമിലുള്ള ഒരു വളരെ ചെറുപ്പക്കാരിയായിരുന്ന ഒരു അമ്മയെ പരിചയപ്പെടുത്തി തുടങ്ങാം. അമ്മയുടെ പേര് ചിയാര കോർബല്ലോ പെട്രില എന്നാണ്. വാക്കൊക്കെ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് അതൊന്നും ഓർക്കണം. നമുക്ക് ചിയാര എന്ന് വിളിക്കാം. ദൈവദാസിയായ ചിയാര. അവൾ ഒത്തിരി നാളുകൾക്ക് കാത്തിരിപ്പും പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ജീവിത പങ്കാളിയെ കിട്ടി. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം പ്രഗ്നൻ്റായി. ആദ്യത്തെ കുഞ്ഞ് ഉദരത്തിലായിരുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞ് ഉറപ്പായിട്ടും ജീവിക്കില്ല, കുഞ്ഞിന് മെൻ്റലി റിട്ടാർഡ് കുറേ അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് കൊച്ചിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ടെസ്റ്റുകൾക്കിടയിൽ അതൊരു ആൺകുട്ടിയാണെന്ന് പെൺകുട്ടിയാണെന്ന് മനസ്സിലായിരുന്നു. അവരിന് മരിയ എന്ന് പേരിട്ട് വിളിച്ചു. അപ്പോൾ ഈ ചിയാര പറഞ്ഞു എന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കത്തില്ല, കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും എറിക്കോയും ചിയാരയും കൂടി കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. 9 മാസം കാത്തിരുന്ന കുഞ്ഞുവാവ് വന്നു. ചുരുക്ക ദിവസങ്ങൾക്ക് തന്നെ കുഞ്ഞുവാവ് മരിച്ചുപോയി. മരിയ അവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. ആ സമയത്ത് തന്നെ അവർ ജീവൻ്റെ പ്രഘോഷകരായി മാറി. ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും കൈകളില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, ഭൂമിയിലേക്ക് വരണമെന്നൊക്കെ പറയാൻ വേണ്ടി ഒരു പലയിടങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി. കുറച്ചാൾക്ക് ശേഷം ചേച്ചി ചിയാര 2ാമത് പ്രഗ്നൻ്റായി ശേഷം അവർക്ക് ഡേവിഡ് എന്നാണ് ആ കുഞ്ഞുവാവിനൊരു പേരിട്ടത്. ആൺകുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞ് ഒരിക്കലും ഉദരത്തിന് പുറത്ത് ജീവിക്കില്ല, കുഞ്ഞിനെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, കുഞ്ഞ് മരിച്ചു പോകും, അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ പുറത്തു വന്നാൽ അന്നേരം തന്നെ കുട്ടി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെന്തായാലും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ഈ കുഞ്ഞിനെ വളർത്തും, തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വളർത്താൻ ശ്രമിക്കും. ഈ കുഞ്ഞും ഉണ്ടായി. ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ, ആദ്യത്തെ മരിയയും 2ാമത്തെ ഡേവിഡ് എന്ന പേര്, ഡേവിഡും, 2 പേരും സ്വർഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും സാധാരണഗതിക്ക് ഒരു കുടുംബം തകരാൻ ഇത് മാത്രം മതി. പക്ഷെ ഇവർ ഭയങ്കര പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അത്ഭുതമാണ് ഇവരുടെ സന്തോഷവും ചിരിയും ബാക്കി പള്ളിയിലെ കാര്യങ്ങളുടെ ഇടപെടലൊക്കെ കണ്ടിട്ട്. കുറച്ച് നാളിന് ശേഷം ഈ ചിയാര വീണ്ടും പ്രഗ്നൻ്റായി. 3ാമത്തെ പ്രഗ്നൻസി. ഭയങ്കര ആരോഗ്യമുള്ള, എല്ലാ രീതിയിലും ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞാണ് ഉദരത്തിൽ വന്നത്. ആ സമയത്താണ് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ അമ്മയ്ക്ക് കുഴപ്പമുണ്ട്. അമ്മയ്ക്ക് ആ സമയത്ത് ക്യാൻസറായി. ഡോക്ടേഴ്സ് പറഞ്ഞു അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും, ഭാര്യയും ഭർത്താവ് ഒരേ സ്ഥലത്ത് പറഞ്ഞു ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല, കർത്താവ് തന്ന ഈ കുഞ്ഞ്, ദാനമായി തന്ന കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കുകയും ഈ കുഞ്ഞ് ഈ ഭൂമി വളരുകയും ചെയ്യും, അതിനുവേണ്ടി എൻ്റെ ജീവിതം പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ ആദ്യം ട്രീറ്റ്മെൻറ്റ് നിരസിക്കുകയും കുഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് തൊട്ടടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഒത്തിരി നാൾ താമസിക്കാതെ ആ കുഞ്ഞിന് 1-2 വയസ്സായപ്പോഴേക്ക് ഈ അമ്മ സ്വർഗത്തിലേക്ക് കടന്നുപോയി. അമ്മ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് അസുഖത്തിന് നാളുകളിലുള്ള ചില വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അപ്പനും അമ്മയും ചിയാരയും എറിക്കോയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവരെപ്പോഴും പറഞ്ഞ വചനം ഇതാണ്, കർത്താവിന് നുഖം ഭാരം ലഘുവും നുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ എപ്പോഴും എറിക്കോ ഭാര്യയോട് ചോദിക്കും നുഖം ഭാരമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ സന്തോഷത്തോടെ ചിയാര പറയും ഒരു ഭാരവുമില്ല, നല്ല ലഘുവും നല്ല സന്തോഷകരവുമാണ്. ഈ അമ്മ കടന്നു പോയി കഴിഞ്ഞപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മരണത്തിൻ്റെ അന്നത്തെ അവസ്ഥയാണ് ഏറ്റവും മനോഹരം എന്ന് തന്നെ പറയണം. ഭർത്താവ് എഴുതിയ കുറേ പാട്ടുകളാണ് അന്നത്തെ മരണ ശുശ്രൂഷയിൽ പാടിയത്. അതൊന്നും മരണത്തിൻ്റെ പാട്ടുകളായിരുന്നില്ല, സന്തോഷത്തിൻ്റെയും ദൈവസ്തുതിയുടെയും പാട്ടുകൾ. ഭർത്താവാണ് മുമ്പിൽ നിന്ന് കൈയടിച്ച് ഉറക്കെ എല്ലാവർക്കും പാടിക്കൊടുത്തത്. അന്നത്തെ മരിച്ചടക്കിനെ പറ്റി പിന്നീട് എഴുതപ്പെട്ടതാണ്. അതൊരു വലിയ കല്യാണാഘോഷം പോലെയായിരുന്നു, വലിയൊരു യാത്രയപ്പ് സമ്മേളനം പോലെയായിരുന്നു. ഭയങ്കര ആഘോഷമായി കൈയൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ മധുരപലഹാരമൊക്കെ വിതരണം ചെയ്താണ് എല്ലാവരും മരിച്ചടക്കിൽ നിന്ന് പിരിഞ്ഞു പോയത്. ഇതിന് ഈ അമ്മ മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെഴുതിയ ഏറ്റവും ഇളയ കുഞ്ഞുണ്ടായ അവരിട്ട പേര് ഫ്രാൻസിസ്കോ എന്നായിരുന്നു. ഫ്രാൻസിസ്കോക്ക് എഴുതിയ ചില എഴുത്തുകളൊക്കെ ഇന്നും മനോഹരമായിട്ട് വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്കോ അമ്മ മടങ്ങുകയാണ്, അമ്മ മടങ്ങിയാൽ മോന് ഒട്ടും വിഷമിക്കേണ്ട, മോൻ സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കിക്കൊള്ളും. ഇതിന് മറുപടിയായിട്ട് അടിയിൽ ഭർത്താവ് എഴുതിയ വരികളൊക്കെ, എൻ്റെ ഭാര്യയെ ചിയാരയെ ദൈവം ഏറ്റെടുക്കുമ്പോൾ എനിക്കൊരു സങ്കടവുമില്ല, കാരണം എന്നെക്കാളും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അപ്പൻ്റെ അടുക്കിലേക്കാണ് അവൾ മടങ്ങിപ്പോകുന്നത്. അങ്ങനെ കുറേ മനോഹരമായ വരികളുണ്ട്. ചിയാര എന്ന് പറയുന്ന മനോഹരമായ വിശുദ്ധയാവാൻ പോകുന്ന ഇപ്പോൾ ദൈവദാസിയായ ഒരമ്മ.
ഈ അമ്മയെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങാൻ കാര്യം അതുപോലൊരു അമ്മയുടെ മക്കളുടെയും അതുപോലൊരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുത്താണ് നമ്മളിരിക്കുന്നത്. ഒരു വിശുദ്ധ കുടുംബത്തോടൊപ്പം ഭാരതത്തിൻ്റെ വിശുദ്ധ ജിയാന എന്നൊക്കെ എല്ലാവരും നിസ്സംശയം പറഞ്ഞ കേരള കത്തോലിക്കാ സഭയ്ക്കും ഭാരത കത്തോലിക്കാ സഭയ്ക്കും അഭിമാനമായ വരും കാലഘട്ടത്തിൽ തിരുസഭ ആദരിക്കാൻ പോകുന്ന ആൾത്താര വണക്കത്തിന് ഉറപ്പായിട്ടും ആദരിക്കാൻ പോകുന്ന ഒരു വിശുദ്ധയായ അമ്മയെപ്പറ്റി ഓർത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സപ്ന ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഏറ്റവും ഇളയ ഫിലോയെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ക്യാൻസർ എന്നറിയുന്നതും എല്ലാവരും ഡോക്ടേഴ്സൊക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറയുമ്പോൾ കൊച്ചു നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതൊരല്പം മാറ്റിവെച്ചിട്ട് കൊച്ചിന് ജനനത്തിന് ശേഷം തുടരുകയും പിന്നീട് ഗ്രാജുവലായി ആ രോഗത്തിന് പിടിപെട്ട് മരണത്തിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഈ കുടുംബവും അതുപോലെ തന്നെ നമ്മളെല്ലാവരും പലരും തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ആത്മീയ മാഗസിനുകളിലും വാട്സപ്പിലൊക്കെ വായിച്ചു കാണും ഈ കുടുംബത്തെ പറ്റി. ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വിശുദ്ധിയായ അമ്മയെപ്പറ്റി നമ്മൾ ഓർത്തു തുടങ്ങിയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെ ചോദിച്ചു തുടങ്ങാം. ചേട്ടാ, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം ഇതാണ്, എങ്ങനെയാണ് ഈ അമ്മയും കുഞ്ഞും ഒരു ചോയ്സ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അബോർഷൻ്റെ കാലഘട്ടം തന്നെയാണ്. പല രാജ്യങ്ങളും അബോർഷനൊക്കെ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ അമ്മയുടെ ജീവനാണ് വലുതെന്നും കുഞ്ഞ് എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ടതല്ലെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എല്ലാവരും വാദിക്കുന്നത്. ഈ ഒരു സാഹചര്യം നിങ്ങളും കടന്നുപോയല്ലോ. അമ്മ വേണോ കുഞ്ഞ് വേണോ എന്ന സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കുഞ്ഞ് മതി അല്ലെങ്കിൽ അതാണ് ജീവനാണ് പ്രധാനപ്പെട്ട കാര്യം എന്നൊരു കാര്യത്തിലേക്ക് എങ്ങനെ വരാൻ പറ്റി നമുക്ക്? സത്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായില്ല. ദൈവത്തിന് അങ്ങനെ ക്രൈസിസേ ഉണ്ടായില്ല. കാരണം കുഞ്ഞു വേണോ അമ്മ വേണോ എന്നുള്ളൊരു ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അമ്മയുടേതാണെങ്കിലും കുഞ്ഞിൻ്റേതാണെങ്കിലും ജീവൻ തുല്യ പ്രാധാന്യമുള്ളതായതുകൊണ്ട് നമുക്ക് അവരുടെ ഇടയിൽ എങ്ങനെ ഒരു ചോയ്സ് നടത്താൻ പറ്റും? ഏതെങ്കിലും ഒന്ന് മറ്റതിനേക്കാൾ കുറവാണെങ്കിലല്ലേ നമുക്കൊരു ചോയ്സിനുള്ള സാധ്യത. ഈ ചോദ്യം ചോദിക്കാൻ കാര്യം എന്താ ചേട്ടാ, ചേച്ചിയുടെ മരണത്തിനൊക്കെ ശേഷം പല നവമാധ്യമങ്ങളിലൊക്കെ ഈ ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടായിരിക്കും ഇതിനെ പറ്റിയൊക്കെ. ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലത് ഇത്ര ക്രൂരമായിട്ട് എങ്ങനെയാണ് ഞാൻ വിഷമത്തിൽ നിന്നാണ് ചോദിച്ചത്. ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നത്? ജീവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എഴുതുന്നതെന്നാണ് അവര് പറയുന്നത്, വാദിക്കുന്നത്. പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെയാണ് ജീവനെതിരെ ഇവർക്ക് എഴുതാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരാതിരുന്നത് രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ്. അമ്മയും കുഞ്ഞും അവരുടെ ഇടയിലൊരു ചോയ്സ് സത്യം പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് പോലും അപ്രാപ്യമാണ്. കാരണം കുഞ്ഞിനെ അബോർട്ട് ചെയ്താൽ അമ്മയുടെ ജീവൻ ഗ്യാരണ്ടി തരാൻ ഏത് മെഡിക്കൽ സയൻസാണ് ഇവിടെ ഉള്ളത്? വളരെ വാലിഡായ ചോദ്യം തന്നെയാണ്. അപ്പൻ ചോദിക്കുന്ന ഏറ്റവും വാലിഡായ ചോദ്യം തന്നെയാണത്. അപ്പോൾ അവിടെ നമുക്ക് സത്യത്തിലൊരു ചോയ്സ് ഇല്ല. അപ്പോൾ രണ്ടുപേരുടെയും ജീവനെ രക്ഷിക്കാൻ നമുക്ക് ആകെ ചെയ്യാവുന്നത് ഒരു പരിശ്രമം മാത്രമാണ്. എപ്പോഴും അന്തിമമായ തീരുമാനം മെഡിക്കൽ സയൻസിൻ്റെ അല്ല, ദൈവത്തിൻ്റെതാണ്. അപ്പോൾ അവിടെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഇവിടെ ഈ തീരുമാനം എടുത്തത് ഈ കുഞ്ഞിൻ്റെ അമ്മയായ സപ്ന തന്നെയാണ് തീരുമാനമെടുത്തത്. സപ്ന ബയോപ്സിക്ക് ചെന്ന് അതിൻ്റെ റിപ്പോർട്ട് മേടിച്ച് വരുമ്പോഴാണ് അവിടുത്തെ ഡോക്ടേഴ്സാണ് ശരിക്കും സപ്നയെ ചികിത്സിച്ച ഡോക്ടേഴ്സ് അല്ല സപ്നയോട് ചോദിച്ചത്, ഈ അബോർഷൻ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി സംസാരിച്ചത്. അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത്, എന്തായാലും കാര്യങ്ങൾ ക്ലിയർ ആയ നിലയ്ക്ക് നീ എത്രയും പെട്ടെന്ന് അബോർട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് എപ്പോഴും സേഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ സപ്ന പറഞ്ഞു അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ഡോക്ടർ, തീർച്ചയായിട്ടും ആ ഡോക്ടർ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ആളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് ആളുടെ മുമ്പിലുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് സപ്നയാണ്. അതുകൊണ്ട് സപ്നയെ രക്ഷിക്കാൻ എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വാസനയിൽ നിന്നായിരിക്കാം ആ ഡോക്ടർ പറഞ്ഞു 7 കുഞ്ഞുങ്ങളെ അനാഥരാക്കിക്കൊണ്ട് ഉദരത്തിലുള്ള ജനിക്കാത്ത കുഞ്ഞിനു വേണ്ടി നീ നിൽക്കരുത്, അപ്പോൾ നീ നിന്നെ തന്നെ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നിനക്ക് 7 കുഞ്ഞുങ്ങൾക്ക് അമ്മയുണ്ടാവും. ഒട്ടും ചിന്തിക്കാതെ സപ്ന കൊടുത്ത മറുപടിയാണ്, എൻ്റെ 7 കുഞ്ഞുങ്ങൾക്കും സന്മനസ്സുള്ള ആർക്കും രക്ഷിക്കാനും നോക്കാനും സാധിക്കും. ഞാനിപ്പോഴും ചേച്ചി എഴുതിയ സ്ഥാനം വായിച്ചാൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഈ വാക്കുകൾ. അതേസമയം എൻ്റെ ഉദരത്തിലെ കുഞ്ഞിന് ജനിക്കണമെങ്കിൽ അമ്മയായ ഞാൻ തന്നെ വിചാരിക്കണം. അപ്പോൾ അത് സപ്നയുടെ ഉള്ളിലുള്ള ഒത്തിരി ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കിയ ഒരു ചിന്തയൊന്നുമല്ല, സ്വാഭാവികമായിട്ട് വന്ന ഒരു പ്രതികരണമാണ്.
ആ പ്രതികരണത്തിൽ സ്വപ്ന ഉറച്ചു നിന്നു എന്നുള്ളതാണ് സ്വപ്നയുടെ വിജയം. സത്യത്തിൽ സ്വപ്ന ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. സ്വപ്ന കുഞ്ഞിന് വേണ്ടി ബലിയാകാനായിട്ട് അത് സ്വപ്നയ്ക്ക് മാത്രം തീരുമാനിക്കാവുന്ന കാര്യമാണ്. മറ്റൊരാൾ പറഞ്ഞിട്ട് ഒരാൾക്ക് ബലിയാകാൻ പറ്റില്ല ആണ്. അപ്പോൾ സ്വപ്ന സ്വയം തീരുമാനിച്ചതാണ് കുഞ്ഞിന് വേണ്ടി ബലിയാകാനായിട്ട്. ഞാനേ ഈ ഡോക്ടർ പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് ഒരു കാര്യം ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞല്ലോ 7 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭൂമിയിലുള്ള 7 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതാണോ അതോ ഇതുവരെ ജനിക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തീരുമാനിക്കുന്നതാണോ ഏറ്റവും നല്ല ചോയ്സ് നമ്മുടെ മുമ്പിൽ വെച്ചല്ലോ. അതിനർത്ഥം ഗ്രാജ്വലി ഈ ജന്മം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്മ മരിക്കുകയും 7 കുഞ്ഞുങ്ങൾ അനാഥരാവുകയും ചെയ്യുക എന്നതാണല്ലോ ധ്വനിയായി വരുന്നത്. ഇപ്പോൾ ശരിക്കും അതിൻ്റെ 8ാമത്തെ കുഞ്ഞ് നമുക്ക് സമ്മാനമായി കിട്ടി, അമ്മ കടന്നുപോയി. അപ്പോൾ ഇപ്പോൾ മക്കള് ഈ പറയുന്ന അനാഥത്വം എന്നൊക്കെ അവർ പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പം ആരാണ് ഇപ്പം എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്? ചേട്ടനിപ്പോൾ ചേട്ടൻ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മക്കളെ നോക്കുന്നു, എങ്ങനെയാണ് ഇപ്പം ആരാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്? ആദ്യം കുഞ്ഞുങ്ങൾ തന്നെ പറയുന്നതായിരിക്കും. അത് തന്നെ ആയിരിക്കും നല്ലതല്ലേ? മോള് പറഞ്ഞോ മോളെ. മമ്മി വീട്ടിലുള്ള സമയത്തൊക്കെ മമ്മി ജോലിക്ക് പോവും. സാധാരണ ദിവസത്തിന്റെ ഓൾമോസ്റ്റ് 50% ഒക്കെ മമ്മി ജോലിയിലായിരിക്കും. മമ്മി നഴ്സാണ്. അപ്പോൾ മമ്മി ജോലിക്ക് പോയി തിരിച്ചു വരും. പിന്നെ ഉള്ള കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ മമ്മി നോക്കും. മമ്മി നമുക്ക് കഥകൾ പറഞ്ഞു തരും, പാട്ട് പഠിപ്പിക്കുകയും പിന്നെ അങ്ങനെ വചനങ്ങൾ പങ്കുവെക്കുകയും ഇടയ്ക്കൊക്കെ ടെസ്റ്റുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യേണ്ടത്. പക്ഷെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മമ്മിയോട് വർത്താനം പറയാനാണല്ലോ നമുക്ക് മിസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പിന്നെ മമ്മിക്ക് രോഗം ബാധിച്ച കുറച്ച് നാൾ നമുക്ക് മമ്മിയോട് വർത്താനം പറയാൻ ടഫ് ഉണ്ടായിരുന്നു. കാരണം മമ്മിക്ക് ഇവിടെ ലങ്സിലായതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഈ പെയിൻ ഉണ്ടായിരുന്നു നമുക്ക് മമ്മിയോട് സംസാരിക്കാൻ. മമ്മിക്ക് ഞങ്ങളോട് ഉള്ള 3 മാസത്തോളം കാലം മമ്മിക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഫ്രീഡം ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് മമ്മിയോട് സംസാരിക്കാൻ. 50% സമയം കിട്ടത്തുള്ളായിരുന്നു, പിന്നെ രോഗമായിരുന്നപ്പോൾ മിണ്ടാൻ പറ്റില്ല, ഇപ്പോൾ ഫുൾ ടൈം കിട്ടുന്നുണ്ട്. അതെങ്ങനെ മോളൊന്ന് പറയാമോ? അതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അയ്യോ മമ്മി അതെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ മമ്മി ഈശോയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എപ്പോഴെപ്പോഴും മമ്മീനെ എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. മോനെ പറയാനുള്ള എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അനാഥരാവാന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം കിട്ടാണ്ടാവണമെന്നല്ലേ. അതിപ്പോൾ പക്ഷേ എനിക്കെന്തായാലും ഇപ്പോഴും മമ്മിയുടെ സ്നേഹം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. മമ്മീനെ കുറിച്ച് വിചാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും അതേ സമയത്ത് മമ്മി എന്നെ നോക്കണു, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒക്കെ നോക്കണം. മമ്മിയുടെ സ്നേഹം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം അനാഥരായിട്ട് അങ്ങനെ മമ്മി പോയൊരു ഫീലിംഗ് ഇല്ല ഇവിടെ, ഇല്ല, ആളില്ലാത്തൊരു ഫീലിംഗേ ഇല്ല. തിരിച്ച് തിരിച്ചു വരാം. അല്ല, അത് വളരെ ശരിയാണ്. എപ്പോഴും മമ്മി വീട്ടിലുള്ള പോലെയുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ മരിച്ച് അടക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 26-ാം തീയതിയാണ് സ്വപ്ന അടക്കുന്നത്. പിറ്റേ ദിവസം ഏർലി മോർണിംഗിൽ ഞാൻ സാധാരണ ഒരു 2:30 എഴുന്നേറ്റ് പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ ഉണ്ടാകാറുണ്ട്. അപ്പം അന്ന് ഞാൻ എഴുന്നേറ്റില്ല 3:30. അപ്പം അതിനു മുൻപ് ഞങ്ങൾ ആദ്യം ഒന്നിച്ച് ഡൽഹിയിൽ ഒന്നിച്ചായിരുന്നല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സ്വപ്ന 2ാമത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങോട്ട് പോകുന്ന സ്വപ്നയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ആ സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ 3 മണിക്ക് 2:30 എഴുന്നേൽക്കാതെ ആ സമയത്ത് ഞാൻ 3 മണിക്കാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ 2:30 ആക്കിയത്. അപ്പോൾ എഴുന്നേൽക്കുന്നില്ല എന്ന് സ്വപ്ന മനസ്സിലാക്കിയിട്ട് സ്വപ്ന എന്നെ ഈ ഫോണിൽ വിളിക്കുമായിരുന്നു. ഡൽഹിയിൽ നിന്ന് രാവിലെ 3 മണിക്ക് എന്നെ വിളിക്കുമായിരുന്നു. എന്നിട്ട് എന്നെ എഴുന്നേൽപ്പിക്കും ആയിരുന്നു. അപ്പോൾ ഈ 26-ാം തീയതിക്ക് ശേഷം മരിച്ച് 26-ാം തീയതിക്ക് ശേഷം 27-ാം തീയതി രാവിലെ ഞാൻ ഇതുപോലെ എഴുന്നേറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഒരു 2:30 ആയി കാണണം. ഞാനിപ്പോൾ സമയം നോക്കിയില്ല, കാരണം ആ സമയത്ത് അങ്ങനെ ഒരു അനുഭവം ആയിരുന്നില്ല. എന്നെ പെട്ടെന്ന് അങ്ങ് സ്വപ്ന വിളിക്കുകയാണ്, ചോദിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് വിളിക്കുകയാണ്. ശരിക്കും ആ സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ ഏറെക്കുറെ എന്നോട് എന്നെ ആ ടൈമിംഗ് വെച്ചിട്ടാണ് ഞാൻ ഇത് എന്നെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചതുപോലെയുള്ള ഒരു ഫീല് എനിക്ക് തന്നത്. ടൈമിംഗ് പിന്നീട് നമ്മൾ ചിന്തിക്കും. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഫീലിംഗ് എന്ന് പറയുന്നത്, ചോദിച്ചേട്ടാ ഞാൻ ഇവിടെ സ്വർഗത്തിലെത്തി എന്ന് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് എന്നെ വിളിച്ച്
പറയുന്നത് പോലെ ഏറെക്കുറെ സ്വപ്ന ഡൽഹി ചെന്നിട്ട് ഞാനിവിടെ എത്തി എന്ന് ഫോൺ വിളിക്കുന്നത് പോലെ അങ്ങനെയാണ് ശരിക്കും. ആ ശബ്ദവും ആ ശബ്ദത്തിന് നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് സ്വർഗത്തിൻ്റെ ഒരു ഫീല് നമുക്ക് അത് തന്നിരുന്നു, സ്വർഗീയ അനുഭവം ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ ഒരു വിളിയിൽ നിന്ന് എനിക്ക് ഏറെക്കുറെ അനുഭവപ്പെട്ട് ഇത് സ്വപ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് പോലെയാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയതും കൂടെ ഇതിനെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ അവിടെ സ്വപ്നമുണ്ട് എന്നുള്ള വീട്ടിലാളുണ്ട് പോയിട്ടില്ല എന്നുള്ളൊരു ഫീലാണ്. പിന്നെ എന്തെങ്കിലും വീട്ടിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും സ്വപ്നോട് പറയുമ്പോൾ വലിയ താമസമില്ലാതെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ശക്തമായിട്ടൊരാൾ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും സ്വപ്നയാണ് ഞങ്ങൾ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ, അമ്മ തന്നെയാണ് മുമ്പിൽ നിന്നെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പറയാം. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് അതിന്റെ പുറകിലുണ്ട്. ചേട്ടാ, ഈ നമുക്ക് 8 മക്കളാണുള്ളത്. 8 മക്കൾ, ഇത്രയും അധികം മക്കളിലേക്കുള്ളൊരു തുറവി, ജീവനിലേക്കുള്ളൊരു തുറവി, അത് നിങ്ങൾക്ക് എങ്ങനെ കുടുംബത്തിൽ കിട്ടിയത്? അത് നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചനും കിട്ടിയതാണോ, അതോ വേറെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആണോ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും മക്കൾ വേണം, ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത്, തമ്പുരാൻ നൽകിയ ഏറ്റവും വലിയ ദാനം, ആ ഒരു തുറവി എവിടെ നിന്നാണ് കിട്ടിയത്? സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തുറവി ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വിവാഹം കഴിയുമ്പോൾ മക്കൾ വേണ്ട എന്ന് ചിന്തിച്ചതാണ്. മക്കൾ വേണ്ട 8 മക്കള് ഉണ്ടായത്. പിന്നെയാണ് ഞാൻ 8 മക്കളെ സ്വീകരിക്കാൻ എൻ്റെ ഹൃദയത്തെ തുറന്നത്. അതിന് മുഴുവൻ ക്രെഡിറ്റ് ശരിക്കും സ്വപ്നയ്ക്കാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ഞാൻ സാന്ത്വന എന്ന് പറഞ്ഞ ഒരു ലേ മിഷണറി ഗ്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വപ്നമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അപ്പോൾ എൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ, എനിക്ക് അങ്ങനെ ഒരു കൂട്ട് വേണം. അതാണ് ഞാൻ സ്വപ്നയിൽ കണ്ടത്. വിവാഹത്തിന് അങ്ങനെയാണ് ഞാനത് തയ്യാറായത്. വിവാഹത്തിന് ശേഷമാണ്, ആ രാത്രിയിലാണ് ഞാൻ സ്വപ്നയോട് പറയുന്നത്, എനിക്ക് നമുക്കിനി കുഞ്ഞുങ്ങൾ ഇനിയെന്നല്ല, കുഞ്ഞുങ്ങൾ വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട. നമ്മൾ പ്രവർത്തന മേഖലയിലാണല്ലോ, മിഷണറി ആണല്ലോ, അവിടെ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരും നമ്മുടെ മക്കളാണ് എന്നങ്ങ് കരുതി നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, മക്കളെ പോലെ അവരെ കണ്ട് നമ്മൾ ജീവിക്കുക, അത് മതിയെന്ന്. അപ്പോൾ സ്വപ്നയ്ക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അത് സ്വപ്നയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഒരു കാര്യത്തിലും സ്വപ്നയ്ക്ക് കൺഫ്യൂഷൻ ഇല്ല. ആണ് പെട്ടെന്ന് ആളെ കൺഫ്യൂസ്ഡ് ആക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ചിലപ്പോൾ ഒരുപക്ഷെ മറുപടി കിട്ടാതെ വരുമ്പോൾ ആൾ വെയിറ്റ് ചെയ്യും എന്ന് വരുമെന്നല്ലാതെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന കാര്യം ആൾക്കില്ല. അപ്പോൾ സ്വപ്ന എന്നോട് പറഞ്ഞു, എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ, ഒരാളെയെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല സ്വപ്നോട്, വിവാഹത്തിന് മുമ്പ് മക്കൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വപ്ന എന്നെ കെട്ടുമായിരുന്നില്ല. അപ്പോൾ സ്വപ്നോട്, അപ്പം ഞാനൊരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ സമ്മതിക്കുന്നത്. രണ്ടാമത്തെ ആളെ റിസ്മോളെ ഞാൻ ശരിക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവനാണ് നമ്മൾ അംഗീകരിച്ച് ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ ട്രിസമോൾ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ആദ്യ സമയം ഞാൻ സ്വപ്നയോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കാരണം സ്വപ്ന ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, കാലങ്ങളും നിഷ്ഫല കാലങ്ങളും ഒക്കെ അറിയാമല്ലോ. അപ്പം ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം സംസാരിച്ചു ആ സമയത്ത്. അപ്പോൾ എന്നോട് എൻ്റെ എല്ലാം സംസാരിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നയുടെ ഒരു സ്വഭാവമാണത്. അവസാനമായിട്ടൊരു ഡൈന പൊട്ടിക്കുന്ന ഒരു സ്വഭാവമാണ്. അധികമൊന്നും സംസാരിക്കില്ല, മാലപടക്കങ്ങളൊന്നും ഉണ്ടാകില്ല. ഏറ്റവും അവസാനം ഒരു ചെറിയൊരു കാര്യം അങ്ങ് പറയും, അത് വലിയ ഡൈനിയായിട്ട് അങ്ങ് ചെയ്യും. എന്നോട് ഏറ്റവും എൻ്റെ പറച്ചിലെല്ലാം കഴിഞ്ഞപ്പോൾ സ്വപ്ന എന്നോട് ചോദിച്ചു, ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായെന്നറിഞ്ഞപ്പോൾ ജോജേട്ടന് വലിയ സന്തോഷമായിരുന്നല്ലോ. ചേട്ടൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് ദാനമാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് ദൈവത്തിന്റെ ദാനമല്ലാതെ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അത് വളരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അത് കുറുക്കിക്കൊള്ളുന്നൊരു ചോദ്യമായിരുന്നു. അത് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളൊരു മിഷണറി ആണല്ലോ, സത്യസന്ധനാകണമല്ലോ. അപ്പം ഇത് ചോദിച്ചു വന്നപ്പോൾ എനിക്ക് അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്, അങ്ങനെയെങ്കിൽ രണ്ടാമത്തത് ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ
ദൈവം തരുന്ന എല്ലാ കുഞ്ഞുങ്ങളും മഹാദാനങ്ങളാണ്. ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരാളെ വേണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദാനത്തെയാണ് വേണ്ടെന്ന് പറയുന്നത്. അതെൻ്റെ അനുഭവത്തിൽ വളരെ വ്യക്തമാണ്. സംഭവം ശരിയാണ്. മൂത്ത കുഞ്ഞ് ജെയിംസ് ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കർത്താവ് തന്നതാണ്. പക്ഷെ ആ ജെയിംസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജെയിംസ് മറ്റുള്ളവരുമായിട്ട് അധികം ഇടപഴകില്ലായിരുന്നു. അവനെപ്പോഴും അവൻ്റെ ഒരു ലോകമാണ് അവന് കൂടുതൽ ഇഷ്ടം. ശരിക്ക് 7ാമത്തെ ആൾ വന്നപ്പോഴാണ് അവൻ്റെ ആ ഷെല്ല് പൊട്ടിയത്. 7ാമത്തെ ആള് ആന്റണി നീയാണ് പൊട്ടിച്ചവൻ, ഇടിച്ച് നശിപ്പിച്ചവൻ. ആന്റണിയാണ് പൊട്ടിച്ചത്. അപ്പൊ അതിനു മുൻപ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇതിന് മുൻപുള്ള 6 പേര് വന്നിട്ടും സാധാരണഗതിയിൽ ഇത്രയും കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇന്ററാക്ഷൻ വരികയും അംഗങ്ങൾ കൂടുമ്പോൾ വരികയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലോൺലി ആയിട്ട് ഒരാൾ പോവുക, അത് മൂത്ത ആള് പ്രത്യേകിച്ച് പോകുക എന്നുള്ളത് സ്വാഭാവികമല്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എൻ്റെ വീട്ടില് ഇവൻ അങ്ങനെയാണ്. ഇവൻ വേറെ ഒരു സെക്ഷനായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമല്ലോ. ഇനി എന്ത് ചെയ്യണം? കൗൺസിലേഴ്സിനെ കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്താണ് 6ാമത്തെ ആൾ വരുന്നത്. 6ാമത്തെ ആൾ വന്നപ്പോൾ മുതൽ അവന് ഏറ്റവും ഇഷ്ടം ചേട്ടായിയാണ്. അവൻ പിന്നാലെ നടന്ന് ഇവനോട് സംസാരിച്ച്, ഇവനാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അപ്പൊ ഇവനങ്ങ് സംസാരിച്ച് ജെയിംസിനെ അങ്ങ് അവന്റെ ഷെല്ലിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഞാനൊരു കൗൺസിലറിനെ കണ്ട് ഒരു വീട്ടിൽ നിന്ന് പുറത്തുള്ള ഒരാളെ കൊണ്ട് ഇവനെ വീട്ടുകാരുമായിട്ട് അനുരഞ്ജിപ്പിക്കാൻ നടത്തേണ്ട ഒരു ശ്രമം ദൈവം തന്ന ഒരു ദാനം സ്വയം ചെയ്തു എന്നുള്ളതാണ്. വളരെ നാച്ചുറലായിട്ട് ചെയ്തെന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. കാരണം മക്കളുടെ എണ്ണം കൂടുമ്പോൾ അവരിടയിൽ തന്നെ കൗൺസിലിംഗ് വരെ നടക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർ തന്നെ പരിഹരിക്കാനുള്ള വലിയൊരു വേദിയാക്കി മാറുകയും ചെയ്യുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാനിതിൽ പലപ്പോഴും ചിന്തിക്കേ, ഒരുപക്ഷെ മരിയയെ വെച്ച് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവന് വേണ്ടി എത്ര കൗൺസിലേഴ്സിന് പിന്നാലെ നടക്കണമായിരുന്നു. ആന്റണി, നിന്റെ വരവാണ് ഇവിടെ കൗൺസിലിംഗ് തകർത്തത്. അപ്പൊ അങ്ങനെ അത് വലിയ ദാനമാണ്. കുഞ്ഞുങ്ങൾ എപ്പോഴും വലിയ ദാനമാണ്. കുടുംബത്തില് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും തോറും അതനുസരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹവും വർദ്ധിക്കുന്നത് ഞങ്ങളുടെ അനുഭവമാണ്. ഇപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചത്, ചേച്ചി ജീവനോടുണ്ടാകുമ്പോൾ ചേച്ചി നേഴ്സായിരുന്നു. അതായിരുന്നു ചേച്ചിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബ്രെഡ് വിന്നർ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സാമ്പത്തികമായി ഇപ്പോൾ ചേച്ചിയുടെ മരണശേഷം ഇപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കുന്നതും ചേട്ടൻ്റെ ജോലി അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ നടക്കുന്നത്? കാരണം എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷൻ ഇതാണല്ലോ എപ്പോഴും. രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോലിക്കാരായിട്ട് പോലും മക്കളെ പഠിപ്പിക്കാനോ അവരുടെ കാര്യങ്ങൾക്കൊന്നും സാമ്പത്തികമായി തികയുന്നില്ല. മക്കളുടെ എണ്ണം കൂടുമ്പോൾ അവർ പഠിപ്പിക്കാൻ എന്ത് ചെയ്യും? ഒത്തിരി മക്കളുണ്ടാകുന്ന ചിന്തിക്കേണ്ട ഇതുപോലത്തെ കാര്യം ഇതൊക്കെയാണല്ലോ നമ്മുടെ എപ്പോഴും തർക്ക വിഷയങ്ങൾ മക്കളുടെ എണ്ണം കൂടുമ്പോഴുള്ള. അപ്പം നിങ്ങളുടെ കുടുംബത്തെ എങ്ങനെയാണ് മുമ്പോട്ട് നയിക്കപ്പെടുന്നത്? ആന്റണി ആയിരുന്നപ്പോഴാണ് തോന്നുന്നു മലയാള മനോരമ ഡൽഹിയിൽ വന്ന് ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഇട്ടു. അപ്പം അന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഞങ്ങളോട് ചോദിച്ചു, ഇനിയും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സ്വപ്നയാണ് അതിന് മറുപടി പറഞ്ഞത്. സ്വപ്ന പറഞ്ഞു, ഇനി ഒരു കുഞ്ഞിനെ എന്നല്ല, ദൈവം എത്ര കുഞ്ഞിനെ തരുന്നു ആ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ആശ്ചര്യഭരിതരായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആകെ 2 പേരേ ഉള്ളൂ, അവരെ എങ്ങനെ പരിപാലിക്കണമെന്ന് അറിയാതെ ഞാൻ വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും സ്വീകരിക്കാൻ സാധിക്കുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? എൻ്റെ അനുഭവം എങ്ങനെയാണെങ്കിൽ, ജെയിംസ് മാത്രമായിരുന്നപ്പോൾ ഞാൻ സ്വപ്നോട് പറഞ്ഞു, ഇനി നമുക്കൊരാൾ വേണ്ട. കാരണം ഇവനെ തന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവനെ ഹാൻഡിൽ ചെയ്യണം. ഒപ്പം നമ്മുടെ മിനിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഇവനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നീട് വീട്ടിൽ വേലക്കാരെ വെച്ചിരുന്നു. സെബാസ്റ്റ്യൻ ഉള്ള സമയത്ത് വരെ ഞങ്ങൾ വേലക്കാരുണ്ടായിരുന്നു വീട്ടിൽ. അവരുടെ കൂടെ സഹായത്തോടെയാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആ വേലക്കാർ വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം കണ്ടത്, ഞാൻ രാവിലെ എൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് എൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് പോകും, സ്വപ്ന ഡ്യൂട്ടിക്കായിട്ട് പോകും. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വേലക്കാരാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പതുക്കെ അവരുടെ പല വിശ്വാസങ്ങളും പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഫോർമേഷൻ കൊടുക്കുന്ന അവരായി, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ശരിക്കും അവരായി വളർത്തുന്നത്.
അതിൻ്റെ വ്യത്യാസങ്ങൾ ഞങ്ങൾ കാണാൻ സ്വഭാവത്തിൽ കണ്ടു തുടങ്ങി. സ്വഭാവത്തിൽ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇനി ഇവരെ വേലക്കാരെ വേണ്ട, നമ്മൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തണം. ശരിക്കും ആ ഒരു തീരുമാനമാണ് പിന്നീട് എൻ്റെ മിനിസ്ട്രി പ്രവർത്തനങ്ങളെ വിട്ട് ഞാൻ സപ്ന ലീവുള്ള സമയങ്ങളിൽ മാത്രം അതിൽ ആക്റ്റീവ് ആകാനും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേക ഒരു സമയം പോകേണ്ടി വരികയാണെങ്കിൽ സപ്നയ്ക്ക് അന്ന് പ്രത്യേക ലീവ് എടുപ്പിക്കാനും, അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പിന്നീട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ വ്യത്യാസം ശരിക്കും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫോർമേഷനിൽ വളരെയധികം വരായിട വന്നു. ശരിക്കും ഞങ്ങളുടെ വീട്ടില് 3 സമയം പ്രാർത്ഥന പോലും സാധ്യമായത് ഞങ്ങൾ ഒരാൾ വീട്ടിൽ അവൈലബിൾ ആയപ്പോഴാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലിക്ക് പോകുന്നവരൊക്കെ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കും, എങ്കിലും മക്കളെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്കൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്, എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. മക്കൾക്ക് കിട്ടേണ്ട സ്നേഹവും പ്രത്യേകിച്ച് ഫെയ്ത്ത് ഫോർമേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടാതെ പോകുന്നുണ്ട്. ഞാനൊരു ഒരു ചോദ്യങ്ങളോട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടാണ്. മക്കളെ പ്രത്യേകിച്ച് ജെയിംസും മോളുടെ പേര് ട്രീസ, ജെയിംസും ട്രീസയോടൊക്കെയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ വരാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ഒരുങ്ങിയത്? ഉറപ്പായിട്ട് ചേട്ടനും ചേച്ചിയും അപ്പനും പപ്പായും മമ്മിയും നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. നിങ്ങളെങ്ങനെയാണ് ഇവരൊക്കെ വരാൻ വേണ്ടി ഒരുങ്ങിയതും ഇവരെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ചതൊക്കെ എങ്ങനെയാണ്? ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, ഓരോ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊക്കെ. പിന്നെ ഈ ജോസും സെബാസ്റ്റ്യനും ഫ്രാൻസും വേണ്ടി അവരൊക്കെ വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഫ്രാൻസും ഒക്കെ ആയപ്പോ ഞാൻ പെൺകുഞ്ഞാവണേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എല്ലാവരും അന്യന്മാരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ 6ാമത്തെ കുഞ്ഞായപ്പോ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ പ്ലീസ് ഒരു പെൺകുഞ്ഞെ തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല, ഒരു കൂട്ടിന് വേണ്ടിയിട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മമ്മി പ്രഗ്നൻ്റ് ആയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ കോൾ വന്നു, പെൺകുഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പോഴും ഞങ്ങൾ മരിയ അല്ലെങ്കിൽ തോമസ് ആന്റണി എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. മരിയ ആന്റണി അങ്ങനെ പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ മരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും തുള്ളിച്ചാടി. എനിക്കിപ്പോഴും നന്നായി ഓർമ്മയുണ്ട്, അന്ന് ഞങ്ങൾ സർക്കിളിലൊക്കെ നിന്ന് തുള്ളിച്ചാടി കളിച്ചതൊക്കെ. ഞാൻ ഒത്തിരി ഇങ്ങനെ ചിരിച്ച് ഈശോയോട് ഒത്തിരി നന്ദി പറഞ്ഞു, ഇതൊക്കെ ഓർമ്മയുണ്ട്. ഡാൻസ് ആയിരുന്നു. അമ്മാമ്മ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ അമ്മാമ്മ പറയണ ഇവര് റൗണ്ടില് ആക്ഷൻ സോങ്ങും പാട്ടുകളും ഒക്കെ ആയിട്ട് ഡാൻസ് വന്ന് തകർത്ത് ആയിരുന്നു. അത്രയും സന്തോഷമായിരുന്നു. ഇവരങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. പിന്നെ ഞങ്ങളെപ്പോഴും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ, ആണെന്നറിഞ്ഞാൽ പിന്നീട് കൊച്ചിന് ഉദരത്തിലുള്ള കൊച്ചിന് പ്രാർത്ഥന കഴിയുമ്പോൾ സ്തുതി കൊടുക്കും, ഇവരെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിപ്പിക്കും, പിന്നെ ഇവരെ കൊണ്ട് പേര് വിളിപ്പിക്കും. ഇപ്പൊ ചില കുഞ്ഞുങ്ങള് ചിലരുടെ കാര്യത്തിൽ, ഇപ്പൊ ജോസുവിന്റെ ഇവരുടെയൊക്കെ കാര്യത്തിൽ നേരത്തെ തന്നെ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുമായിരുന്നു, ആൺകുഞ്ഞാണെന്ന്. അപ്പൊ പിന്നെ അങ്ങനെ കിട്ടാതെ വന്ന ആളുകൾക്ക് നമ്മൾ 2 പേര് സജസ്റ്റ് ചെയ്ത് അങ്ങനെ പേര് വിളിപ്പിക്കും. ആന്റണി മരിയ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പേര് വിളിപ്പിക്കും. ഫിലോമന തോമസ് ഇളയാൾ അങ്ങനെ വിളിപ്പിക്കുമായിരുന്നു. ഫിലോയുടെ കാര്യത്തിലാണ് അത് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത്. കൊച്ചിനെ എനിക്ക് കാണിച്ചു തന്നപ്പോഴ് ഞാൻ ഫിലോമോളെ എന്ന് വിളിച്ച ഉടനെ കൊച്ച് തല തിരിഞ്ഞ് എന്നെ നോക്കിയെന്നുള്ളത്. അപ്പൊ ആ പ്രായത്തില് എന്നിട്ട് നഴ്സുമാർ എന്നെ പറഞ്ഞു, ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അവർക്ക് അത്രയും ആ ശബ്ദത്തോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ കൊച്ചിനെ അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനു മുമ്പ് വിളിച്ചതും കൈവച്ച് പ്രാർത്ഥിച്ചതും പ്രതീക്ഷിച്ചതും ഒക്കെ വല്ലാതെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുടുംബത്തോടൊപ്പം അരമണിക്കൂർ ഭയങ്കര വിശുദ്ധ സംസാരത്തിലായിരുന്നു. മധുരമൊഴിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡായിരുന്നു. കാരണം ഈ കുടുംബത്തോടൊപ്പം ആയിരിക്കുക, ഈ കുടുംബത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള മാത്രമായിരുന്നു മധുരമൊഴി എപ്പിസോഡ് ഒരു ഉദ്ദേശം എന്നത്. കാരണം ഒത്തിരി കുടുംബങ്ങൾക്ക്, ഞാൻ ഈ കുടുംബത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ വായിച്ചറിഞ്ഞ പരിചയം മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിലും എനിക്ക് പറഞ്ഞു കൊടുക്കാനും കുറേ പേർക്ക് ഉപകാരം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ തന്നെ, മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഈ ലോകത്തിനോട് ഞാൻ പ്രഘോഷിക്കുകയാണ്, ഈ കുടുംബത്തെ നോക്കി പഠിക്കുവാൻ. കർത്താവ് നമുക്ക് വിശുദ്ധമായൊരു കുടുംബം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നു. ജീവൻ്റെ വില കാണിച്ചു തരാൻ, പ്രാർത്ഥനയുടെ ശക്തി കാണിച്ചു തരാൻ, കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് തരുന്ന സമ്മാനങ്ങളെ കൈനീട്ടി സ്വീകരിക്കാൻ. ഇത് കർത്താവിൻ്റെ ദാനമാണ്. ചേട്ടൻ എടുത്ത് കർത്താവിൻ്റെ ഓരോ ദാനങ്ങളും സ്വീകരിക്കാനുള്ള തുറവി കിട്ടാനൊക്കെ ഈ കുടുംബം ഒത്തിരി പേരെ സഹായിക്കട്ടെ. പിന്നെ ഉദരത്തിലായിരിക്കുമ്പോഴുള്ള പേടി, കുഞ്ഞുങ്ങളുടെ ഉദരത്തിലായിരിക്കുമ്പോൾ പേടി, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഡോക്ടർമാർ അബോർഷനൊക്കെ നിർബന്ധിക്കുമ്പോൾ
പെട്ടെന്ന് പോയി ചെയ്യാനുള്ള ഒരു ത്വര, അതിനൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹവും ചിന്തയും അല്ലെങ്കിൽ പേടിയൊക്കെ മനസ്സിലുള്ളവർക്ക് ഈ കുടുംബം ഒരു ശക്തിയാണ്. കർത്താവാണ് താങ്ങുന്നവൻ, കർത്താവാണ് കാവൽക്കാരൻ, കർത്താവാണ് യഥാർത്ഥ അപ്പനും അമ്മയും. അമ്മയോ അപ്പനോ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും അവർ നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി മുഴുവൻ നിറസാന്നിധ്യമായിട്ടുണ്ട്, സ്വർഗത്തിൽ ശക്തമായ പ്രാർത്ഥനാ സാന്നിധ്യമായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മോടൊപ്പം ഇന്ന് ഈ കുടുംബം നമ്മൾക്ക് പങ്കുവെച്ച് തന്നത്. നമുക്ക് കുടുംബത്തെ മുഴുവൻ, പ്രത്യേകിച്ച് 8 മക്കളെയും, പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞാവേയും ബാക്കി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഒന്ന് കരങ്ങളൊക്കെ കൂപ്പി നമ്മുടെ കുടുംബത്തോടൊപ്പം ഈ ഒരു കുടുംബത്തെയും, ജോജി ചേട്ടനെയും 8 മക്കളെയും ഒന്ന് സമർപ്പിച്ച് സ്വർഗത്തിലിരിക്കുന്ന ചേച്ചിയും ഓർത്ത്, സപ്ന ചേച്ചിയും ഒക്കെ ഓർത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കടന്നുപോയ മണിക്കൂറിനോട് നന്ദി പറയുന്നു. ജോജി ചേട്ടനെയും മക്കളെയും എല്ലാവരും സമർപ്പിക്കുന്നു. ഇനിയും ഒത്തിരി വിശുദ്ധിയോടെ, ഒത്തിരി താല്പര്യത്തോടെ, തീഷ്ണതയോടെ നിന്റെ സജീവ സാക്ഷികളാകുവാനുള്ള കൃപ കൊടുക്കണമേ തമ്പുരാനെ. നീ ഈ ഭാരതത്തിൻ്റെ ജിയാനയായി, വിശുദ്ധ ജിയാനയായി ഉയർത്തിയ സപ്ന ചേച്ചി ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു തമ്പുരാനെ. അനേകർക്ക് വലിയൊരു ഉഷകാല നക്ഷത്രമായിട്ടാണ് നീ ചേച്ചി ഉയർത്തി നിർത്തിയത്. ജീവന്റെ വില കാണിച്ചു കൊടുത്ത വിശുദ്ധയായ അമ്മയാക്കി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ നാടിന് ഇങ്ങനെ വലിയൊരു അമ്മയെ, ഒരു വിശുദ്ധയെ തന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അമ്മ ഒത്തിരി പേർക്ക് ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ, ഒത്തിരി പേർക്ക് പ്രചോദനമായി മാറട്ടെ, ഒത്തിരി പേർക്ക് ഒരു വെട്ടമായി മാറട്ടെ. കർത്താവ്, ഈ മക്കളെല്ലാം, ഈ ജീവന്റെ വില കണ്ട് വളർന്ന ഈ മക്കളെല്ലാം ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വെളിച്ചമായി മാറട്ടെ, ഒത്തിരി പേർക്ക് മാതൃകളായി മാറട്ടെ. നിന്റെ ആത്മാവിനെ കേൾക്കുന്ന ജീവിതങ്ങളായി ഇവരെന്നും തീരുമാറാകട്ടെ. കർത്താവ്, ഞങ്ങളുടെ ഈ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ, പ്രത്യേകിച്ച് ജീവൻ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന, അബോർഷൻ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാനെ, ഈ നിമിഷം തന്നെ നിന്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകളുടെ മേൽ തമ്പുരാനെ നീ മാറ്റം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, മേരി മാതാവേ, പ്രത്യേകിച്ച് അമ്മ ഈശോ ഉദരത്തിൽ വഹിച്ചപ്പോൾ യാതൊരു പരാതിയും പറയാതെ എല്ലാ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അമ്മ എത്ര മനോഹരമായിട്ടാണ് അതൊന്നും കുഞ്ഞിന് കൊടുക്കാതെ എല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വർഗത്തിനോട് ആമേൻ പറഞ്ഞത്. എല്ലാ അമ്മമാരെയും, ഗർഭിണികളായ എല്ലാ അമ്മമാരെയും നിമിഷം പരിശുദ്ധ അമ്മയെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉദരത്തിലും ഉണ്ണീശോയെ പോലെ വിശുദ്ധരായ മക്കൾ ജനിക്കപ്പെടട്ടെ. ഈ ഭൂമി മുഴുവൻ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഫിലോമോൾ. ഈ കുഞ്ഞാവനെ, ഈ മാലാഖയാണ് നമ്മുടെ പ്രിയപ്പെട്ട സപ്ന ചേച്ചി ഭൂമിക്ക് സമ്മാനമായിട്ട് തന്നിട്ട് പോയത്. ഇതാണ് നമ്മുടെ വിശുദ്ധ കുടുംബം.